അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട്. അപ്പോൾ എന്താ സ്പെഷ്യൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ചെറുപ്പയർ തന്നെ ആയിട്ട് ഇന്നത്തെ താരം. അപ്പോൾ എന്തായാലും നാളേക്കൊക്കെ ഉള്ളതെന്ന് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. പിന്നെ ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഏകദേശം മുളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെ അങ്ങനെ ഇതേമാതിരി പുതർന്നിട്ട് അങ്ങനെ ഫ്രിഡ്ജൊക്കെ വെച്ചിരുന്നു. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് കേൾക്കണമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നല്ലതായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വല്ലാതെ കേട്ട് കിളുമ്പാനും പറ്റില്ല. കാരണം അതിൻ്റെ തോടൊക്കെ പോയി ആകെ പൊട്ടും മുറിയൊക്കെ ആവട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ നല്ല കേക്കിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കി മാറ്റി വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മളൊരു കുക്കർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചെറുപ്പയർ ഇട്ട് കൊടുക്കട്ടോ. നിങ്ങൾ സാധനം എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതിയിട്ട്. ഞാൻ പിന്നെ കുറച്ചേറെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെ പ്ലാനായിട്ട് കിടക്കാനായിട്ട്. അതായത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കഞ്ഞി മാതിരിയൊക്കെ ആക്കിയിട്ട് കുടിച്ചാനാട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് ഈ ഉപ്പ് ഇടുന്നത് എന്താ വെച്ചാൽ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഈ ഉപ്പിൻ്റെ പഞ്ചസാരൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസമായിട്ട്. അങ്ങനെ ഉപ്പും പഞ്ചസാരയും കൂടി ആകുമ്പോൾ ഉപ്പ് കൂടാൻ പാടില്ല കേട്ടോ. ഉപ്പൊരു കുറച്ച് ഉപ്പ് പിന്നെ പഞ്ചസാര. അപ്പം ഓവർ മധുരമായിട്ട് തോന്നില്ല. നല്ലൊരു ടേസ്റ്റായിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ ഗ്യാസുമ്മ കേട്ട വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഗ്യാസുമ്മ അടുപ്പത്ത് എങ്ങനെയാണെന്ന് വെച്ചുണ്ടാക്കിക്കൊണ്ടിട്ട് നിങ്ങളെ സൗകര്യം പോലെ കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അതവിടെ കടന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയാണ് കേട്ടോ. ഇതും ഇതേമാതിരി തന്നെ തേങ്ങ ചിരകിയിട്ട് ബാക്കി ഫ്രിഡ്ജൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ബാക്കി തേങ്ങ എടുത്തിട്ട് ഞാൻ കേക്കിയിട്ട് ചിരകുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തേങ്ങ അങ്ങനെ ഇട്ട് തിന്നാനായിട്ട് എനിക്കിഷ്ടം. മറ്റേ ചെറുപ്പയർ അങ്ങനെ കറിയൊന്നും വല്ലാതെ പോകില്ല കേട്ടോ. എനിക്കതുപോലെ തേങ്ങ ഒക്കെ ഇട്ട് പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് തിന്നാൻ നല്ല രസമാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അതിനും. പിന്നെ ഒരു കാര്യം ഗ്യാസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തിന്നണതിൻ്റെ മുന്നേ കുറച്ച് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിട്ട്. അല്ലെങ്കിൽ വേഗം ഗ്യാസ് അടിച്ച് കയറും. കാരണം ചെറുപ്പയറും ഗ്യാസ് തന്നെ തേങ്ങയും ഗ്യാസിൻ്റെ കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് അനുഭവം ഉണ്ടായത് കേട്ടോ. കാരണം എനിക്കങ്ങനെ ഉറങ്ങി വെച്ചപ്പോൾ ഭയങ്കര പൂതിയിട്ടാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണം. പിന്നെ ഇന്നലെ കർക്കിടകവാവേനില്ലേ. അപ്പം എല്ലാം ആയിട്ട് അപ്പം പിന്നെ നൂഡിൽസൊക്കെ എന്നും തിന്ന് ചടച്ചിട്ട്. അപ്പോൾ പിന്നെ തോന്നി ചെറുപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ലാലുവിന് രാത്രി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടേന്ന്. പക്ഷെ ഞാൻ ഇപ്പോൾ ലാലു വിളിച്ചപ്പോൾ ഞാൻ ലാലുവിനോട് ചോദിച്ചു നിങ്ങൾക്ക് വേണം വെച്ചപ്പോൾ ലാലു പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തന്നു പറഞ്ഞു. ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ പുതർന്നത്. അപ്പോൾ അങ്ങനെ മുളച്ച് വന്നിട്ട് ചെറുപ്പയർ മുളച്ചത് തിന്നാനായിട്ട് ഏറ്റവും നല്ലത്. അങ്ങനെ പിന്നെ ഞാനെന്തര കേട്ടി ലാലുവിന് വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് ഇതേമാതിരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുക്കറിൽ വെച്ചിട്ട് ഞാൻ തേങ്ങ ചിരകായിരുന്നു കേട്ടോ. തേങ്ങ ചിരകലും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇല്ലെങ്കിൽ തിന്നാനുള്ള അതായത് കാത്തുള്ള ക്ഷമയൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഞാൻ വേഗം ഇത് വളർച്ച് തിന്ന് നീച്ചപ്പോൾ ഭയങ്കര നെഞ്ഞത്ത് കൂടി ഒരു വേദന കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഗ്യാസ് കയറിയത് കേട്ടോ. ചെറുപ്പയർ വേഗം ഗ്യാസ് വരും. അപ്പം ഇതിൻ്റെ പോലെ പെട്ടെന്ന് ഗ്യാസൊക്കെ കയറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ആദ്യം കുടിച്ചാൽ ചൂടുവെള്ളം ആദ്യം കുടിച്ചാൽ പിന്നെ നമുക്ക് അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാൻ എന്തായാലും ഗ്യാസ് കയറിയില്ല. തിന്നാൻ പൂതിക്ക് വളർച്ച തിന്നും ചെയ്ത്. എന്നിട്ട് വേഗം പോയിട്ടൊരു കോപ്പ ചൂടുവെള്ളം കുടിച്ചപ്പോഴാട്ടോ പിന്നെ ശരിയായത്. അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റ് ആട്ടത്. പിന്നെ ഗ്യാസ് കുറിച്ചിട്ട് നമുക്കൊന്നും തിന്നാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി തന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി തന്നാലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിന്നുമ്പോൾ അതൊരു വേറൊരു മനസ്സുഖല്ലേ. എനിക്ക് ആദ്യം ഈ ചെറുപ്പയർ തീരെ ഇഷ്ടമായിരുന്നില്ല കേട്ടോ. കാരണം കുട്ടികളെ ഇന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുമ്പോഴൊന്നും എനിക്ക് പറ്റുന്നില്ല. ഇപ്പോൾ പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇങ്ങനെ തീറ്റൊക്കെ തിന്ന് തുടങ്ങുന്ന ഒരു ഇതായല്ലോ. ആദ്യമൊന്നും അങ്ങനെ തീറ്റ തന്നെ ഉണ്ടായിരുന്നില്ല. എപ്പോഴും തീറ്റൊന്നും വല്ലാതെ ഇല്ല. എന്നാലും ഇപ്പം അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. അങ്ങനെ എന്തായാലും തേങ്ങ ഒക്കെ ചിരകി കഴിഞ്ഞിട്ട് ഞാൻ ആ തേങ്ങ മുഴുവൻ എടുത്തിട്ടാണ്. എനിക്ക് തേങ്ങ ഇങ്ങനെ തോനിട്ട് തിന്നാൻ നല്ല ഇഷ്ടമാട്ടോ. അത് ഈ ചെറുപ്പയറിലാട്ടോ തേങ്ങ ഇങ്ങനെ തോനിട്ട് തിന്നാൻ ഇഷ്ടം. അങ്ങനെ പിന്നെ എന്തായാലും തേങ്ങ ഒക്കെ ചിരകി വന്നപ്പോഴത്തേന് നമ്മളെ ചെറുപ്പയർ നല്ല വിസിലടിച്ചിട്ട് അങ്ങനെ എന്തായാലും വെന്തിക്കണം കേട്ടോ. ഞാനൊരു 5-6 അടിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കെല്ലാം നല്ല എന്താ പറയുക നല്ല വേവണം കേട്ടോ. നല്ല വന്നിട്ട് ഇതേമാതിരി ഇത്തിരി ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. എനിക്ക് പിന്നെ വെള്ളം വറ്റിച്ചാൽ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതേമാതിരി കഞ്ഞി മാതിരി കുടിച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തിരി വെള്ളയിലാക്കിയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വറ്റിച്ചെടുക്കുക. എനിക്ക് വെള്ളത്തിൽ തിന്നാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുറുന്നാനാക്കിയിരിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ പഞ്ചസാര നോക്കിയപ്പോൾ തോന്നി ഇനിയും വേണം. അപ്പോൾ അതൊക്കെ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ പഞ്ചസാരൻ്റെ അളവും ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം മാതിരി ഇട്ടാൽ ചിലർക്ക് നല്ല മധുരം ഇഷ്ടം ചിലർക്ക് ഇഷ്ടമാവില്ല. എനിക്കെന്തായാലും ഇതിൽ കുറച്ചും കൂടി മധുരം വേണം തോന്നിയിട്ട് ഞാൻ പിന്നെ മധുരം ഇട്ട് കൊടുത്തത്. ഞാനത് പിന്നെ തേങ്ങയും ചെറുപ്പയറും നല്ല ടേസ്റ്റ് കേട്ടോ. ഈ തേങ്ങ കുറച്ചും കൂടി കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ടേസ്റ്റ് കൂടാന്ന് കേട്ടോ. പിന്നെ എന്തായാലും തിന്നട്ടെ കേട്ടോ. പിന്നെ എന്നും പറയുന്ന മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക.